മോട്ടറോളയുടെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി വന്നിരിക്കുന്നു, മോട്ടോ ജി മാക്സ് എന്ന പേരിൽ. ഇതിന്റെ നെയിമിംഗ് രീതിയിൽ ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. നേരത്തെയൊക്കെ G85 ഇല്ലേ, G95 ആ ഒരു രീതിയിലൊക്കെയായിരുന്നു പേര് വന്നത്. ഇപ്പോഴാണ് ഇവർ ഈ ഒരു മാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഈ മാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ടാമത്തെ ഫോണാണ് ജി മാക്സ്. ബോക്സിന് മണമുണ്ടോ എന്നാണ് ഞാൻ നോക്കി. സാധാരണ മോട്ടറോളയുടെ ചില ഫോണുകൾക്കൊക്കെ ഒരു മണം വരാറുണ്ട്, പക്ഷേ ഇത് മണമല്ല, നാറ്റമാണ്. എനിവേ, നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. ഫോണിൻ്റെ ബോക്സിനകത്ത് ഇതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ സിം ഇജക്ടർ പിൻ, അതൊരു പേപ്പറിനകത്ത് കവർ ചെയ്താണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് A to C ചാർജിംഗ് കേബിൾ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. മോട്ടോ ജി മാക്സ് ഫോണിൻ്റെ ബാക്ക് ഒരു ലക്ഷറി സാറ്റിൻ ഇൻസ്പയർഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വീഗൻ ലെതർ ഫിനിഷ് ഒന്നുമല്ല, ആ സൗണ്ട് കേട്ടില്ലേ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിനിഷ്. അതുപോലെ സാധാരണ മോട്ടറോളയുടെ ഫോണുകളിലൊക്കെ കാണുന്ന ഒരു സെയിം ഡിസൈൻ. ഇവിടെ ഈ ക്യാമറ മോഡിയുള്ള ഒരു യൂണി ബോഡി ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് പ്രധാനമായിട്ടും 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മോട്ടറോളയുടെ ലോഗോ കാണാം. ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. വലത് സൈഡിൽ തന്നെയാണ് ഇതുപോലെ വോളിയം റോക്കേഴ്സും അതുപോലെ പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. Type C ചാർജിംഗ് പോർട്ടാണ്. അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. ഓക്കെ, അത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത് അതിശയമാണ്. അതുപോലെ സ്പീക്കർ ഗ്രിൽ ഇവിടെ കാണാം. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, അതുപോലെ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോണിന്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞാലൊക്കെ കുഴപ്പമില്ല എന്ന് വേണം പറയാൻ. ഈ ഒരു ഫോണിന് 8.60 മില്ലിമീറ്റർ ആണ് തിക്നെസ്. ഒരുപാട് തിന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 213 ഗ്രാം വെയിറ്റുമുണ്ട്. സാധാരണ 200-ൽ താഴെയുള്ള ഒരു വെയിറ്റ് ആണ് ഒരു ഐഡിയൽ വെയിറ്റ്, പക്ഷേ ഇതിന് 213 ഗ്രാം വെയിറ്റ് ഉണ്ട്. അതുപോലെ ഇതിന്റെ ഒരു സിം ട്രേ വന്നിട്ട് ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് നൽകിയിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഷൻ സാധ്യമല്ല. ഫോണിന്റെ ബാക്ക് ഈ പറഞ്ഞ പോലെ ഫിംഗർ പ്രിന്റ് ഒന്നും അങ്ങനെ പതിയുകയില്ല. അതുപോലെ ഈ ബട്ടണുകളെല്ലാം നല്ല സ്റ്റേഡി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പൊള്ളയൊന്നുമല്ല. അതുപോലെ തന്നെ ഫോണിന്റെ ബോക്സിനോടൊപ്പം കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവാണ്. അതുപോലെ നമ്മൾ ഫോൺ ഇങ്ങനെ ടേബിളിന്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉണ്ടല്ലോ ഒരു വോബ്ലിംഗ് ചെറുതായിട്ടുണ്ട്. കാര്യം ഈ ഒരു സൈഡിൽ ഈ ക്യാമറ മുടിയിൽ ഇതുപോലെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വോബ്ലിംഗ് വരുന്നത്. അടുത്തായിട്ട് ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊന്ന് നെറ്റ് ചൊളിക്കാൻ സാധ്യതയുണ്ട്. കാരണം LCD ഡിസ്പ്ലേ ആണ്. എല്ലാവർക്കും AMOLED ഡിസ്പ്ലേക്കാണ് കൂടുതൽ താല്പര്യം. അതുപോലെ 6.72 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ HD+ റെസൊല്യൂഷൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകൾ അറിയാമല്ലോ, പ്രൈസ് കൂടുന്നതുകൊണ്ട് തന്നെ പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി പല സ്മാർട്ട് ഫോണുകളും LCD ഡിസ്പ്ലേ ആണ് ഇപ്പോൾ കൂടുതലും ഇറക്കുന്നത്, ഒരു up to 30,000 പ്രൈസ് റേഞ്ച് വരെ. അപ്പോൾ എന്തായാലും LCD ഡിസ്പ്ലേയും HD+ റെസൊല്യൂഷനും ഒക്കെ ആയിട്ട് വരുന്ന ഫോണുകളുണ്ട് 30,000 രൂപ. പക്ഷേ ഇവിടെ എന്തായാലും അങ്ങനല്ല. LCD ഡിസ്പ്ലേ ആണെങ്കിലും ഫുൾ HD+ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേയിലെ ബെസലുകളെ പറ്റി പറഞ്ഞാൽ ഒരു ആവറേജ് ബെസൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ താഴെ കാണുന്ന ചിരിന്നറിയപ്പെടുന്ന ഭാഗവും മുകളിലും ഒരു അല്പം ബെസലുണ്ട്. ഒരു ആവറേജ് സൈസ്. ഇന്ന് കാണുന്ന ഫോണുകളിലെ പോലെ ഒരു ബെസലെസ് ഫോണല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും ഇച്ചിരി ഭേദമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതോ ഏതൊക്കെയാണെന്ന് പറയാം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് മാക്സിമം അതിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 1050 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും വിഷയമില്ല. LCD AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകളെ പറ്റി പറയുമ്പോൾ നമുക്ക് കണ്ണിന് കുറച്ചുകൂടെ സ്ട്രെയിൻ എൻ്റെ അഭിപ്രായത്തിൽ LCD ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു. ഫ്ലിക്കറിംഗ് കുറവായിരിക്കും. സാധാരണ AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ ക്യാമറയിലൂടെ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഫ്ലിക്കറിംഗ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ LCD ഡിസ്പ്ലേക്ക് അത്രയും ഫ്ലിക്കറിംഗ് ഇല്ല. ഒരിക്കലും ഒരു സാധൂകരണമല്ല, എന്നാൽ പോലും പറഞ്ഞതേ ഉള്ളൂ. HDR സപ്പോർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെയും യൂട്യൂബിലൊക്കെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ HDR സപ്പോർട്ട് കാണിക്കില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് 8-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനും ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും. കേസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടല്ല കമ്പനി അയക്കുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Qualcomm Snapdragon 6s Gen 4 എന്ന് പറയുന്ന 4nm പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. ഒരുവിധം പെർഫോമൻസ് കുഴപ്പമില്ലാത്ത ഒരു പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 8GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജും വരെ നമുക്ക് മാക്സിമം ലഭിക്കും. LPDDR5X റാമാണ്. അതൊരു വലിയ കാര്യമാണ്. UFS 3.1 ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് സൈഡ് ഒരുവിധം ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ഫോണിന് ഈ പറഞ്ഞ പോലെ മാക്സ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ജി മാക്സ് എന്ന് സൂചിപ്പിക്കുന്ന അതിന്റെ ഒരു പെർഫോമൻസിനെയാണ്. നമ്മൾ ഇതിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. 7.84 ലാക്ക് AnTuTu സ്കോർ ആണ്. കുറച്ചും കൂടെ ഒക്കെ AnTuTu സ്കോർ വന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് ഞാൻ ഈ ഒരു പ്രോസസ്സർ പ്രതീക്ഷിച്ചു. പക്ഷേ അത്രയും ഇതിന്റെ ഒരു സ്കോർ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നോക്കി. ആദ്യം കണ്ടില്ല ഒരു ചെറിയ മഞ്ഞപ്പുണ്ട്, പിന്നെ ഓക്കെ ആയിരുന്നു. ഇതിനകത്ത് ത്രോട്ട്ലിംഗ് റിസൾട്ട് വന്നിട്ട് 74% ആണ്. അങ്ങനെ കാര്യമായിട്ടുള്ള ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എക്സ്ട്രീം സെറ്റിംഗ്സിൽ ഗെയിം പ്ലേ സാധ്യമാണ്. അതായത് 60 FPS നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ്. ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ ആപ്പിലും കളിച്ചു നോക്കി. അങ്ങനെ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 7000 mAh ബാറ്ററി ഉണ്ട്. പക്ഷേ എടുത്തു പറയുന്നു ഇത് കാർബൺ സിലിക്കൺ ബാറ്ററിയാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് 213 ഗ്രാം വെയിറ്റ് പിന്നെ വന്നെന്ന് മനസ്സിലാവുന്നത്. എന്തായാലും 33 വാട്ടിന്റെ
ഫാസ്റ്റ് ചാർജറാണ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഫോണിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു 7000 mAh ഈ ഒരു 33 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ എങ്ങനെയായാലും കുറച്ച് സമയം എടുക്കും. രാത്രിയൊക്കെയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ വലിയ വിഷയമില്ല അല്ലേ, നമ്മൾ രാത്രി കിടക്കുമ്പോൾ കുത്തിയിട്ടിട്ട് രാവിലെ എടുക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും 7000 mAh കുറച്ചും കൂടെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിരുന്നത് ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നി. അത് ഇത്രയും mAh കപ്പാസിറ്റി ഫില്ല് ആവണമല്ലോ. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഭേദമാണ് ഈ ഒരു ഫോൺ എന്ന് പറയേണ്ടി വരും. കാര്യം ഇതിനകത്ത് 50 MP ഒരു പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അപ് ടു 30,000 പ്രൈസ് റേഞ്ചിൽ പോലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സ്കിപ്പ് ചെയ്യുന്ന പല ഫോണുകളും ഉണ്ട്. എന്തായാലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൽഫി ക്യാമറ വന്നിട്ട് 32 MP ഒരു സെന്റർ പഞ്ച് ഹോൾ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 2K 60 FPS വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 4K സപ്പോർട്ട് ഇല്ല. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ മാക്സിമം 2K 30 FPS വീഡിയോകളാണ് സെൽഫിയിൽ ഷൂട്ട് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ 4K ഫ്രണ്ടിലും ബാക്കിലും നൽകിയിട്ടില്ല. ഈ ഒരു ഫോണിന്റെ ക്യാമറ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഈ ഒരു ഫോൺ എടുക്കുന്നവർ ഇതിന്റെ ക്യാമറ ക്വാളിറ്റിയിൽ ഹാപ്പി ആയിരിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോ ഈ ഒരു ഫോണിന്റെ സ്ക്രീനിലൂടെ കാണുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ ഞാൻ 3 ഫോണുകളിൽ ഒരുമിച്ച് അതിൽ നിന്ന് എടുത്ത ഫോട്ടോകളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കും. ആ 3 ഫോണുകളിൽ പ്രൈസ് കൂടെ നോക്കണം. പ്രൈസ് ഇതിനാണ് ആ 3 ഫോണുകൾ കുറവ്. ഇതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ക്വാളിറ്റി മനസ്സിലാവുന്നത്. അത് അല്പം സോഫ്റ്റ് ആണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ സ്ക്രീനിലൂടെ ഇതിലെടുത്ത ഫോട്ടോ കണ്ട് അടിപൊളിയായിട്ട് തോന്നും. അത് നമ്മളിപ്പോൾ ഒന്ന് മെയിൽ അയക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതിന്റെ വേറൊരു കമ്പ്യൂട്ടറിലൂടെ അത് കാണുമ്പോൾ ക്വാളിറ്റിയിൽ ഒരു ചെറിയ കുറവുണ്ടെന്ന് മനസ്സിലാവും. കുറച്ച് സോഫ്റ്റ് ആണ്. അതാണ് പൊതുവെ ഒരു പ്രശ്നം. കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റ് കിട്ടണമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഫോട്ടോ ഒന്നുകൂടെ ഒന്ന് ട്യൂൺ ചെയ്ത് കിട്ടിയതിനെ കൊള്ളാമെന്ന് തോന്നി. സെൽഫി ഫോട്ടോകൾ ബാക്ക് ക്യാമറ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ചില കണ്ടീഷനിലൊക്കെ നല്ല സെൽഫി ഫോട്ടോകൾ പക്ഷേ തരുന്നുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ചില പ്രശ്നങ്ങളിൽ റിസൾട്ട് വേരിയിങ് ആണ്. അതായത് ഒരു കൺസിസ്റ്റന്റ് അല്ല ഇതിൻ്റെ സെൽഫി ഫോട്ടോ. എസ്പെഷ്യലി വീഡിയോ വലിയ തിരക്കേടൊന്നും പറയാനില്ല. കുഴപ്പമില്ലാത്തൊരു വീഡിയോ തന്നെയാണ് ബാക്ക് ക്യാമറയും അതുപോലെ സെൽഫി ക്യാമറയും തരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ബാക്ക് ക്യാമറയുടെ വീഡിയോ ആയാലും സെൽഫി വീഡിയോ ആയാലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. വലിയ ഷേക്കൊന്നും ഇല്ലാതുള്ള സ്റ്റെബിലിറ്റി ഉള്ള ഫുട്ടേജാണ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. മൊത്തത്തിൽ ഇതിന്റെ ഒരു ക്യാമറ ആവറേജ് എന്ന് വേണം പറയാം. ഇനി സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 16 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടും. അതായത് ആൻഡ്രോയിഡ് 18 വരെ പോകും. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് മോട്ടോറോള ഈ ഒരു ഫോണിന് തരും. സാധാരണ മോട്ടോറോള ഫോണുകളിൽ അങ്ങനെ അധികം പരിചിതമല്ലാത്ത തരത്തിലുള്ള ബ്ലോട്ട് വൈസുകൾ ഈ ഒരു ഫോണിനകത്തുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 7 ബ്ലോട്ട് വൈസുകളുണ്ട്. അതിന് കുറച്ച് ആപ്പൊക്കെ പ്രീമിയം ആപ്പാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എങ്കിലും കുറെ അല്ലാതുള്ള ആപ്ലിക്കേഷൻസും ഒക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് അവ വേണമെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ആപ്പ് ഇൻഫോയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഹാപ്റ്റിക്സ് ആണ്. അടിപൊളി. നല്ല ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടും. നല്ല ഒരു വൈബ്രേഷൻ നമുക്ക് കയ്യിൽ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ സ്ക്രീനിലൂടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇതിൽ നിന്നും വില കൂടിയ ഫോണായിട്ടുള്ള IQ C11 ഇത് ഞാൻ ഏതാണ്ട് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ IQ C11 പോലും ഇത്രയും ആ ഒരു ഹാപ്റ്റിക്സ് അല്ല. ഇതിന്റെ കിടൽ ഹാപ്റ്റിക്സ് ആണ്. സ്റ്റീരിയോ സ്പീക്കറുകളാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത്. നല്ല ലൗഡാണ്. പിന്നെ ക്വാളിറ്റി ഓക്കെ. നേരത്തെ തുടക്കത്തിൽ കാണിച്ച പോലെ തന്നെ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഹൈറസ് ഓഡിയോ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് വന്നിട്ട് സൈഡ് മൗണ്ടഡ് ആണ്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ബ്ലൂടൂത്ത് വെർഷൻ കുറച്ച് പഴയതാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. ഇതിനകത്ത് ഇത്തരത്തിൽ ഗൂഗിൾ ഡയലർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമുക്ക് കോൾ റെക്കോർഡിംഗ് സാധ്യമല്ല. മിലിറ്ററി സ്റ്റാൻഡേർഡ് 810 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് ചെറുതായിട്ടൊക്കെ ഒന്ന് താഴെ വീണാലൊന്നും വലിയ പ്രശ്നമൊന്നും വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ഒരു ഫോണിനകത്തും NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഫോണിന്റെ ഒരു കുറവാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. ഗുണങ്ങൾ ആയിട്ട് പറയുമ്പോൾ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി 7000 mAh ബാറ്ററി. പിന്നെ ഈ പറഞ്ഞ പോലെ മോട്ടോറോള ഫോൺ ആയതുകൊണ്ട് തന്നെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ അടിപൊളിയാണ്. അതുപോലെ സ്റ്റീരിയോ സ്പീക്കർ എന്തായാലും കൊടുത്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ച് പോലും മോണോ സ്പീക്കർ വരുന്ന കാലമാണ്. ചാർജർ ബോക്സിനകത്ത് ഉണ്ട്. അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നീറ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ ഒരു നേട്ടം. ഇനി ഇതിന്റെ കോട്ടങ്ങൾ എന്ന് പറയുന്നത് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ഇത്രയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 7000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ 30 വാട്ട് ഒരുപാട് ടൈം എടുക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അത് നല്ല കുറവാണ്. ഇതിന്റെ സെൽഫി ക്യാമറയിലോ അല്ലെങ്കിൽ ബാക്ക് ക്യാമറയിലോ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല. പെർഫോമൻസ് വന്നിട്ട് ഒരു മീഡിയം പെർഫോമൻസ് ആണ്. ഭയങ്കര പെർഫോമൻസ് ഒന്നും ഇല്ല. പിന്നെ LCD ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് പോയിന്റിൽ. ഈ പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ വരുന്ന ഫോണുകളെല്ലാം LCD ആണ്. നേരത്തെയൊക്കെ മോട്ടോറോള തന്നെ 12,000-10,000 രൂപയ്ക്ക് AMOLED ഡിസ്പ്ലേ ഉള്ള ഫോൺ തന്നിരുന്നു. ഫോണിന്റെ ബോക്സിനകത്ത് കേസ് ഇല്ല, സ്ക്രീൻ പ്രൊട്ടക്ടർ ഇല്ല. അതുപോലെ IP റേറ്റിംഗ് വന്നിട്ട് IP64 മാത്രമാണ് ഈ ഒരു ഫോണിനകത്തുള്ളത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോണിന്റെ കുറവ്. ഇത്രയുണ്ട് ഈ ഒരു ഫോണിന് കുറവ്. പക്ഷേ ഇതൊക്കെ പ്രൈസ് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇതൊന്നും വലിയൊരു പ്രശ്നമല്ലാതായി മാറും. കാര്യം ഏതാണ്ട് ഈ ഒരു ഫോണിന്റെ സ്പെക്കിന് ഇപ്പോൾ ലഭിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ പോലെ ഒരു 30,000 രൂപയൊക്കെ ഈ LCD ഡിസ്പ്ലേയും ഇതുപോലുള്ള സ്പെക്കും. അതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ തന്നിട്ടുണ്ടെന്നുള്ളത് പോലും ഭാഗ്യമാണ്. 30,000 രൂപ മേടിക്കും ഈ സ്പെക്കിലും മറ്റ് ചില ബ്രാൻഡുകൾ. മോട്ടോറോള ആ സ്ഥാനത്ത് 26,999 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ഇപ്പോൾ ഓഫർ
ഓഫറിൽ വിൽക്കുന്നത്. അത് കുഴപ്പമില്ലാത്ത പ്രൈസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ, ഞാനിപ്പോൾ കുറേ ഫോണുകൾ സ്ഥിരം കേൾക്കുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ 26,999 LCD ഡിസ്പ്ലേ എന്നൊക്കെ ചോദിക്കാം, സത്യമാണ്. അങ്ങനെ ചോദിക്കുന്നവർ ഈ പ്രൈസ് പോയിന്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നല്ല ഫോൺ ഏതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. ബാക്കി കാണുന്നവർക്ക് കൂടെ ഒരു പ്രയോജനപ്രദമാകുമല്ലോ. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.